ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ചെക്ക് കേസിൽ പ്രതിയാക്കപ്പെട്ടാൽ ഏതൊക്കെ രീതിയിൽ കേസ് വാദിക്കാം എന്നുള്ളതാണ്. പലപ്പോഴും ചെക്ക് കേസിന് സമൻസ് ലഭിച്ചാൽ നിങ്ങൾ അഭിഭാഷകൻ്റെ അടുത്ത് നിയമോപദേശത്തിനായി പോകുമ്പോൾ അവർ നിങ്ങൾക്ക് തരുന്ന ഉപദേശം എത്രയും പെട്ടെന്ന് കേസ് ഒത്തുതീർപ്പാക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത പക്ഷം നിങ്ങൾ കേസിനായി ഒരുപാട് അലയേണ്ടി വരും. കേസ് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിൽ ശിക്ഷ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിത്തരും. ഇപ്രകാരം ഉപദേശം അഭിഭാഷകർ നിങ്ങൾക്ക് തരാറുണ്ട്. എന്നാൽ എൻ്റെ കരിയറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കേസ് ചെക്ക് കേസിൻ്റെ പ്രതിഭാഗം വാദിക്കുന്നതാണ്. ചെക്ക് കേസിൻ്റെ പ്രതിഭാഗം വാദിക്കുക എന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡിഫൻസും, അതായത് മറുപടി നോട്ടീസിൽ നിങ്ങൾ പറഞ്ഞ വാദങ്ങൾ അല്ലാതെയും എന്ത് ഡിഫൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് വിചാരണ സ്റ്റേജിൽ ഉന്നയിക്കാവുന്നതാണ്. സംശയത്തിൻ്റെ ആനുകൂല്യം ഏറ്റവും അധികം ലഭിക്കുന്ന കേസുകളിൽപ്പെട്ട ഒന്നാണ് ചെക്ക് കേസ്. ആയതിനാൽ തന്നെ നിങ്ങൾ ഇനി ചെക്ക് കേസ് വാദിക്കാൻ അഭിഭാഷകൻ താല്പര്യം കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ തന്നെ അദ്ദേഹത്തോട് പറയുക, ഞാൻ കേസ് വാദിച്ച് മുന്നോട്ട്, അതായത് ഇത് കളവായ കേസാണെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഈ കേസ് വാദിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ അഭിഭാഷകന് ഉപദേശം കൊടുക്കുക. പലപ്പോഴും നമ്മൾ സെക്യൂരിറ്റിയെയും മറ്റും പല ഫിനാൻസ് സ്ഥാപനങ്ങളിലും വ്യക്തികൾക്കും മറ്റും ചെക്ക് കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഈ സാഹചര്യത്തിൽ നിങ്ങൾ പണം കൊടുത്തു തീർത്താലും പലപ്പോഴും നിങ്ങൾക്ക് ചെക്ക് തിരിച്ചു തരാതെ അവർ ഇത് ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യവും ഉണ്ടാവാറുണ്ട്. ആയതിനാൽ നിങ്ങളുടെ ചെക്ക്, ഒപ്പിട്ട ചെക്ക് ആരുടെയെങ്കിലും കയ്യിൽ പെടുകയും ആയത് ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത് ആയത് കേസാക്കി അതിൻ്റെ സമൻസ് നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾ ഭയപ്പാടോടുകൂടി പറഞ്ഞ സംഖ്യ കൊടുത്ത് ഒത്തുതീർപ്പാക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്കുക. കേസ് വാദിച്ച് ആയതിൽ 99% നിങ്ങൾക്ക് വിജയം, അനുകൂല വിധി വരുവാൻ സാധ്യതയുള്ളതാണ്. അതിനാൽ നിങ്ങൾ കേസ് ഒത്തുതീർപ്പാക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ, അതായത് കോടതി സജസ്റ്റ് ചെയ്യുന്ന മീഡിയേഷൻ പ്രോസസ്സിലേക്ക് കൂടി നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. കാരണം മീഡിയേഷൻ പ്രോസസ്സിലും പലപ്പോഴും ഇവർ ഭീമമായ സംഖ്യ, അതായത് കേസ് കൊടുത്താൽ ഭീമമായ സംഖ്യ ഒത്തുതീർപ്പിനായി ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. ഇപ്രകാരം മീഡിയേഷൻ എഗ്രിമെൻ്റ്, വക്കീലിൻ്റെയും അന്യായക്കാരൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒപ്പിട്ട ഒരു പ്രതിയുടെ കേസ് പോലും എനിക്ക് വിജയിച്ച അനുഭവമുണ്ട്. ആയതിനാൽ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ മീഡിയേഷൻ പ്രോസസ്സിൽ നിങ്ങൾ പങ്കെടുക്കാതിരിക്കുക. മീഡിയേഷൻ പ്രോസസ്സിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി വലിയ തുകയ്ക്ക് സമ്മതിച്ച് അത് ഇത്ര തവണയ്ക്കുള്ളിൽ കൊടുത്തു തീർക്കാം എന്ന് സമ്മതിച്ച് മീഡിയേഷൻ എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് ആയതിൽ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി തീർക്കാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ അനുകൂലമായ വാദമുഖങ്ങൾ സംഘടിപ്പിച്ച് ആയത് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ വക്കീലിന് ഉപദേശം കൊടുക്കുക. ഒരുപാട് അനുകൂല വിധികൾ, സുപ്രീം കോടതി വിധികൾ നിങ്ങൾക്ക് അനുകൂലമായി ഉണ്ട്. ആയതിനാൽ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക.